ഗായ്സ്, അപ്പം ഞാനിന്ന് എങ്ങോട്ടാണ് പോകാൻ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് ഞാൻ എവിടെയാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയൻകീഴ് ഒരു കാർണിവൽ കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് മറ്റേ ഇതൊക്കെ ഇല്ല, എന്താ പറയുന്നത്, അതിനെ ലേസറൊക്കെ ഇങ്ങനെ വെള്ളം ആവശ്യത്തൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടാണ് നമുക്ക് ഗൈസ് ആ പള്ളി എത്തിച്ചത്. അവിടെ ചെന്നപ്പോൾ വൺ തിരക്കായിരുന്നു ഗൈസ്. ടിക്കറ്റ് എടുക്കാനായിട്ട് ജനങ്ങളായിരുന്നു. പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ നമ്മളവിടെ ചെന്നു. പിന്നെ അവിടെ ഏറ്റവും വലിയൊരു ക്രിസ്മസ് പാപ്പേനെ നമ്മളവിടെ കണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു സാന്റാക്ലാസ്, എത്ര അടി പൊക്കമുള്ളൊരു വലിയ സാന്റാക്ലാസ് ആയിരുന്നു അത്. ഇത്രയും ദൂരം എന്നാലേ ഇങ്ങനെ അതിനെ കാണാൻ സാധിക്കുള്ളായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നില്ല, അവിടെ നേരെ എൻട്രിയിലോട്ട് പോയി. പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ അവിടെ കുതിര, പിന്നെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സാധനങ്ങളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഗേസ്. പിന്നെ ഈ ചെമ്മരി ആട്, ആട്ടിൻകുട്ടി, പിന്നെ ഞാൻ ഇതുവരെ ലൈഫിൽ കഴുതയെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് കഴുതയെ കണ്ടു ഗേസ്. അത്രയ്ക്ക് പൊളിയാണ്. ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയൊക്കെ അടിപൊളിയായിരിക്കുമെന്ന്. എൻട്രി ടിക്കറ്റ് വരുന്നത് 90 രൂപയാണ് കേട്ടോ. അതിന് വെർത്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പിന്നെ കഴുത, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അതിനെ ഉപദ്രവിക്കുന്നത് കണ്ട് അത് ഒരുപാട് പിന്നെ അവിടെ ഗാർഡൻ വെച്ചാൽ ദയവ് ഇത് ഇവിടെ മൃഗങ്ങളൊന്നും വേദനിപ്പിക്കരുത്. പിന്നെ പുൽക്കൂട്, നമ്മളെ പുൽക്കൂടൊക്കെ ഇല്ലേ, ഉണ്ണിയേശു എല്ലാം ഉള്ള അടിപൊളിയായിരുന്നു. അവിടെയും ഇതുപോലെ ആട്ടിൻകുട്ടി, അങ്ങനെ ഒരുപാട് എല്ലാം ജീവനുള്ള സാധനങ്ങളായിരുന്നു. പിന്നെ ഞാനിവിടെ ഒട്ടകത്തിനെ കണ്ടായിരുന്നു ഗീസ്. ഒട്ടകമാണെങ്കിൽ സെറ്റ്, എല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോസൊക്കെ കൊടുത്ത് നിന്നു. ഞാൻ അമ്മയെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടേക്കായിരുന്നു ഗീസ്. ഇവിടെ ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, നല്ല രസമായിരുന്നു ഗീസ്. പക്ഷെ തിരക്കൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും ഞാൻ കഷ്ടപ്പെട്ടാണ് ഗീസ് ഇതൊക്കെ എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആ ഒരു വ്യൂ ഇങ്ങനെ നമ്മൾ ഫോണിൽ കാണുന്നത് പോലെ അല്ല, നല്ല രസമാണ്. അതിൻ്റെ ഒരു ഫീൽ തരാനായിട്ട് നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്. അവിടെ ഒരുപാട് നേരം നമുക്ക് വീഡിയോ എടുത്ത് നിൽക്കാൻ തന്നെ പറ്റില്ല. പിന്നെ സാന്റാക്ലോസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ നമ്മളവിടെ നേരെ ഇറങ്ങിയതിന് ശേഷം കണ്ടതും പള്ളിയിലെ ബീച്ചായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരു പാനിപ്പൂരി, അമ്മ എങ്ങണ്ട എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിലേക്ക് പോയി. ഞാൻ കുറച്ച് കുപ്പികളായിരുന്നു കേട്ടോ വാങ്ങിയത്, എനിക്കത് മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെയൊക്കെ കണ്ടു. അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് സവാരി. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നേരം നോക്കി നിൽക്കുന്നത് അമ്മ കണ്ടിട്ടായിരിക്കണം. അമ്മ പറഞ്ഞു നിനക്കതിൽ കയറണം. അതായത് കേൾക്കാത്ത മതി. അത് കയറാനായിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കയറണ്ടെന്ന് പറഞ്ഞു. കാരണം അതിന് എൻ്റെ മണ്ടിയിൽ നിന്ന് വീണിച്ച് അവനെ കിട്ടും ആഗ്രഹമില്ല ഗീസ്. അതുകൊണ്ട് പിന്നെ നമ്മൾ തിരിച്ചു നടന്നു. അവിടെ എത്തിയപ്പോണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ക്രിസ്മസ് ട്രീ, അത് ലൈറ്റിലുണ്ടാക്കിയതായിരുന്നു. അത് ഒരു 40 അടി പൊക്കത്തിലുള്ള ക്രിസ്മസ് ട്രീ ആയിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ അത് വൈകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെ അമ്മയും ഞാനിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അതൊക്കെ നോക്കി നിന്ന് നമ്മൾ നേരെ പോയത് ഐസ്ക്രീം കഴിക്കാനായിരുന്നു ഗൈസ്. ഇവിടെ പോയാലും നമ്മൾ ഫുഡ് കഴിക്കുക, അതാണ് മെയിൻ. പിന്നെ ഞാനും അമ്മയും ഐസ്ക്രീമൊക്കെ കഴിച്ചു അടുത്ത സ്പോട്ടിലോട്ട് പോയി ഗൈസ്. അവിടെ ചെന്നപ്പോഴാണ് ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് കാണാനായിട്ട്.
കാണിച്ചായിരുന്നു. ആ ചേട്ടൻ്റെ തോളിലൊരു കിളി, ഈ ചേട്ടൻ്റെ കയ്യിലൊരു പാമ്പ് കണ്ടില്ലേ. അവൻ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു കഴുത്തിൽ വെക്കുന്നുണ്ടോ എന്ന്. നമുക്കതിനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. കണ്ടു ഇതൊക്കെ. പിന്നെ നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അടുത്ത സ്പോട്ടിൽ ഇതുപോലെ കുറേ കുടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് ഒരു മാല വാങ്ങാനായിരുന്നു. എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു വാട്ടർഫോൾ കാണാനായിരുന്നു. ശരിക്കുള്ളതല്ല, അവരുണ്ടാക്കിയതാണ്. പക്ഷേ കുറച്ച് റിയാലിറ്റി ഒക്കെ തോന്നുന്ന രീതിയിൽ നല്ല രസമായിരുന്നു ഗേസ്. അവിടെ നിന്നിട്ട് നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിർത്തി അമ്മയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ നമുക്ക് പോകാനുള്ള ടൈം ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോയി ഗേസ്. പിന്നെ നമ്മൾ റൈഡിലോ അങ്ങനെ ഒന്നിലും കയറിയില്ല. കുറേ റൈഡ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കയറാനായിട്ട്. ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. മറ്റേ ഗോസ്റ്റിൻ്റെ സംഭവങ്ങളല്ലേ, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കാണാനും കയറാനും ഒരുപാട് ഗെയിംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ടൈം നമുക്ക് ഒരുപാടില്ലാത്തത് കൊണ്ട് നമ്മൾ പോവായിരുന്നു ഗേസ്. പക്ഷെ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ഇതിലെല്ലാത്തിനും കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഗേസ്. അപ്പോൾ പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്ത വർഷം ആവട്ടെ എന്ന്. പിന്നെ എൻ്റെ അടുത്ത് അമ്മ വന്നോണ്ടേ ശേഷമായിരുന്നു അതിൽ കയറണമെന്ന്. പക്ഷേ എനിക്ക് അതിൽ കയറാനായിട്ട് ഒരു ആഗ്രഹമില്ലായിരുന്നു ഗേസ്. ഈ ഇടയ്ക്കൊരു ആക്സിഡൻ്റൊക്കെ നടന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി എനിക്ക് ഈ ഒരു സ്ഥലത്ത് കയറാൻ ഭയങ്കര പേടിയാണ്. പിന്നെ നമ്മൾ നോക്കിയില്ല ഗേസ്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അപ്പോൾ അത്രയുള്ളൂ ഗേസ്.